മമ്മീനെ രാവിലെ നല്ല മൂഡിലാണല്ലോ മീ. നല്ല മൂടല്ല. ഏത്തപ്പഴം പുഴുങ്ങി വെച്ചിട്ട് മകന് വേണ്ട പോലും അത് പഴുപ്പ് കൂടിപ്പോയി. ഇതിനെവിടെയാണ് പഴുപ്പ് കൂടിയത്? ഞാൻ പറയുന്നത് അഹങ്കാരമാണ്. അല്ലാണ്ട് തന്നെ ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഒരു ഏത്തപ്പഴം തിന്നാനൊക്കെ എന്തോരം കൊതിച്ചിട്ടുണ്ട്. പൈസ കൊടുത്തൊന്നും മേടിച്ച് തരികയില്ല. വല്ലപ്പോഴെങ്ങാനും ഒരു ഏത്തക്ക കിട്ടിയെങ്കിലായി. എന്നിട്ട് അത് ഞങ്ങൾ കൊതി കാരണം ഏത്തപ്പഴം എന്നിട്ട് അതിൻ്റെ തൊലി വരെ കാർന്ന് തിന്നുമായിരുന്നു. ആരെങ്കിലും വിശ്വസിക്കുകയോ പറഞ്ഞാലോ ഇപ്പോഴത്തെ തലമുറ. ഇപ്പൊ ഇഷ്ടം പോലെ തരാതരം കാരണന്മാരുണ്ടാക്കിയിട്ട് കൊടുത്തേക്കൂലേ. മനസ്സിലായിപ്പോഴും തോന്നാം. കുറെയൊക്കെ ചെലവാക്കി ജീവിക്കായിരുന്നു. വഴിക്ക് പോയാല് ഒരു നാരങ്ങ വെള്ളം പോലും കുടിക്കാതെ വീട്ടിൽ തിരിച്ചു വരുമായിരുന്നു. ഒരാവശ്യത്തിന് പോയാൽ അറിയാവോ. ഇപ്പൊ ഞാൻ ഓർക്കാം അതൊക്കെ എന്ത് മണ്ടത്തരങ്ങളായിരുന്നു. മക്കളൊക്കെ ജീവിക്കുന്നത് കണ്ടു കഴിഞ്ഞാല് എന്നില്ല ആവശ്യമായിട്ടാ ജീവിക്കണം. മമ്മി അപ്പൊ മമ്മിയൊക്കെ ജീവിച്ചു വന്നിരുന്ന മണ്ടത്തനാന്ന് മമ്മിക്ക് ഇപ്പൊ തോന്നിയിട്ട് അത് കഴിഞ്ഞിട്ട് മമ്മി എന്നെ ഉപദേശിക്കാൻ വേണ്ടി എന്തിനാ ഇപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടമില്ലാത്ത പഴം തിന്നുന്നത് എന്തിനാ? കുറച്ച് കഴിയുമ്പോൾ എൻ്റെ 50-ാമത്തെ 60-ാമത്തെ വയസ്സിൽ ഞാൻ ആലോചിക്കണം മമ്മി എന്ന് എന്നോട് കുറേ പറഞ്ഞതാണ്. എനിക്ക് ഇഷ്ടമില്ലാത്ത പഴം ഞാൻ കുറേ തിന്നു. എന്നിട്ട് എന്തിനാ? ആരോഗ്യം വേണമെങ്കിൽ എങ്ങനെ ഏത്തപ്പഴമൊക്കെ തിന്നണം. അയ്യോ അയ്യോ ഞങ്ങൾ ഈ ചപ്പ ചവറ തിന്നെങ്കിലും നിങ്ങളെക്കാൾ ആരോഗ്യം ഉണ്ടല്ലോ. ഒരു സൂക്കേട് പോലും ഇല്ല. എനിക്കെന്നെ സുഖമുള്ള എന്നെ ഒരിച്ച കഴിയുമ്പോഴത്തേനും എവിടെ വേദന പോയാൽ പോകില്ല. എത്ര മണിക്കൂർ അടായിരിക്കണം കക്കൂസിലൊക്കെ ഓരോരുത്തർ. ഇപ്പോഴത്തെ തലമുറ പിള്ളേർ ഫോണുമായിട്ടങ്ങ് കക്കൂസിലേക്ക് പോയേക്കും. എന്നിട്ട് കേൾക്കുകൊള്ളുന്നു കൊള്ളില്ല. അതൊക്കെ അവസാനം കണ്ടോ വൈദ്യുന്ന് പോകില്ല. ഞാൻ എൻ്റെ ഫോൺ ശരിയാക്കണം, അത് ശരിയാക്കണം. നമുക്ക് യൂട്യൂബ് ശരിയാക്കണം. നമ്മുടെ ടി വിയിൽ കാണിച്ചു തരാം കേട്ടോ. ഞാൻ വന്ന് ശരിയായി. പിന്നെ ചേട്ടനും അതെ ഇപ്പൊ ഫോണുമായിട്ട് കക്കൂസിലേക്ക് അന്ന് ഒരു 1/2-മുക്കാൽ മണിക്കൂർ. പിന്നെ മമ്മിക്ക് ഞാൻ ശരിയാക്കി തരാം. മമ്മി എന്നെ പുറകെ വരുമോ മമ്മി? കാര്യം പറഞ്ഞാല് വളർത്തുദോഷം ശരിക്കും എനിക്ക് തോന്നുന്നുണ്ട്. നല്ല